ഇന്ത്യൻ എൽ ക്ലാസിക്കോ ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അത്ര അടിപൊളിയായിട്ടുള്ള സിറ്റുവേഷനിലാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഭേദപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ഇനി ഒരു മത്സരങ്ങളും തോക്കില്ല, എത്രയൊക്കെ പോയിന്റ് കിട്ടിയാലും എതിരെ വരുന്നവനെ ഞങ്ങൾ അങ്ങനെ ലൈറ്റായി കാണില്ല എന്ന് പറയുന്ന മോഹൻ ബഗാനാണ് നമ്മുടെ എതിരാളികൾ. അതുകൊണ്ട് തന്നെ മത്സരം ഒട്ടും സിമ്പിളും ആയിരിക്കില്ല. ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിച്ചാലോ? ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അടുത്ത വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മത്സരത്തെ പറ്റിയിട്ടാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആൻഡ് ഇറ്റ്സ് അഗെയിൻസ്റ്റ് നമ്മുടെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻ ബഗാൻ SGയുമായിട്ടുള്ള മത്സരമാണ്. സോ അവരുമായിട്ടുള്ളൊരു മത്സരത്തിൽ പൊതുവേ നമുക്കറിയാം, ഒരു എൽ ക്ലാസിക്കോ എന്നൊക്കെ വെറുതെ ഒന്നും വിശേഷിപ്പിക്കില്ല. ആ മത്സരത്തിന് അത്രമാത്രം ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ വാശിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ എൽ ക്ലാസിക്കോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, അല്ലേ? അതിലുപരിയായിട്ട് വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ഇരു ടീമുകൾക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് ടൈറ്റിൽ ഒന്ന് ഉറപ്പിക്കാനായിട്ട്, അതായത് ലീഗിൽ അവർ തന്നെയാണ് ഫസ്റ്റ് നിൽക്കുക എന്ന് ഉറപ്പിക്കാൻ ഈ മത്സരം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി നമുക്കാണെന്നുണ്ടെങ്കിലും പ്ലേ ഓഫ് സാധ്യതകൾ ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഈ മത്സരം വളരെ 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 അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ യൂഷ്വലി നമ്മൾ എടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 4 മത്സരങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യം നോക്കുമല്ലോ. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ 2 വിജയം, 1 സമനില, 1 തോൽവി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പുറത്ത് നമ്മുടെ മോഹൻ ബഗാന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വിജയം 1 സമനില എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ വലിയ ഇങ്ങനെ പറയാം, നമുക്ക് തോൽവിയൊന്നും അറിയാതെ ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള 4 മത്സരങ്ങൾ കഴിഞ്ഞാണ് അവർ വരുന്നത്. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല. നമ്മൾ തൊട്ട് മുമ്പത്തെ ഈസ്റ്റ് ബംഗാളുമായിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ തോറ്റിട്ടുമാണ് വരുന്നത്. സോ ടു ബി ഓണസ്റ്റ്, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എടുത്ത് വിടുകയാണ് കേട്ടോ ഞാൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ക്വാഡ് സ്ട്രെങ്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ ബെഞ്ചിലിരിക്കാൻ പോകുന്നവർ പോലും ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്യാറുള്ളത്. ഇതെല്ലാം ഒരുപാട് വീഡിയോസിലും ഒരുപാട് പേരുടെ സംഭവത്തിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്. നമുക്ക് ജയിച്ച് കാണിക്കേണ്ട ഒരു മത്സരമാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TG പുരുഷോത്തമൻ തോമാച്ചൻ കോമ്പിനേഷനിൽ ടീമിനുണ്ടായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് ഉണ്ട്. മോർ ദാൻ ഈ പറയുന്ന പോലെ തന്നെ മത്സരിക്കുക എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് എങ്ങനെയെങ്കിലും പോയിന്റ് ഗ്രാബ് ചെയ്യുക എന്നുള്ളൊരു സാധനം നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TG പുരുഷോത്തമൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ TG പുരുഷോത്തമനും തോമാച്ചൻ്റെയും കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള മത്സരമൊന്നും കൊടുക്കില്ല. നല്ല ഒന്നാം തരമായിട്ടുള്ള എൽ ക്ലാസിക്കോ തന്നെ ആയിരിക്കും കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. ടൈറ്റ് മത്സരമായിരിക്കും. പക്ഷേ റിസൾട്ട്സ് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആസ് എ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ, അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ കരുതുന്നത് ഒരു ഗോളിൻ്റെ, അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളടി ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് അത് അറ്റ്ലീസ്റ്റ് ഒരു ഗോളിൻ്റെ ലീഡിലെങ്കിലും നമ്മൾ ജയിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവർ തന്നെ ഉണ്ടാക്കി തരും എന്തെങ്കിലും ഒരു സംഭവം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇത് ചിലപ്പോൾ ശരിയാവണമെന്നോ അല്ലെങ്കിൽ വർക്കൗട്ട് ആവണമെന്നോ ഒന്നുമില്ല. പക്ഷേ എവിടെയൊക്കെയോ ഈ സീസണിൻ്റെ ഒരു വരവ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്തോ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സീസൺ ആണോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാവുന്നുണ്ട്. അറിഞ്ഞുകൂടാ, ഈ പറയുന്ന പോലെ തന്നെ തോൽവിയും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ജയിക്കുന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എന്തായാലും ഇതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു പ്രൊഡിക്ഷൻ 3-2 എന്നുള്ള രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് അറിയേണ്ടത് അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ വരാൻ പോകുന്ന മത്സരത്തിൽ, അതായത് ഇന്ത്യൻ എൽ ക്ലാസിക്കോ എന്നാണ് അറിയപ്പെടുന്നത്, ആ ഇന്ത്യൻ എൽ ക്ലാസിക്കോയിൽ എന്ത് സംഭവിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം കൂടെ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.